തേങ്ങാപ്പാൽ വെച്ച് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറി ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടിയോ നൂൽപുട്ടിൻ്റെ കൂടിയോ ചപ്പാത്തിൻ്റെ കൂടിയോ ദോശേൻ്റെ കൂടിയോ ചോറോ റൊട്ടിയോ വെള്ളയപ്പോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമുക്കിതെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. 1/2 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ഉള്ളിയാണ്. അത് ചെറിയ ഉള്ളിയായതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അളവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടും കൊടുക്കുക. അത് വെളിച്ചെണ്ണയിൽ നല്ലോണം കൈ കൊണ്ട് ഞെരട്ടിയിട്ട് ഇടുക. അങ്ങനെ ഞെരടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. അതിൻ്റെ കൂടെ ഞെരടുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാൻ മറന്നു പോയതുകൊണ്ട് ഇതിലേക്ക് ഞെരടി കഴിഞ്ഞിട്ട് ഉപ്പിടുന്നുണ്ട്. പിന്നെ മഞ്ഞൾ പൊടി, പച്ചമുളക്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂണ് പിന്നെ ചിക്കൻ മസാലപ്പൊടി, പിന്നെ കുറച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി അതിലിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പൊടിയിലൊന്ന് അതിൻ്റെ ഒരു പച്ചമണെല്ലാം മാറുന്ന സമയത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി നല്ലോണം ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഞെരടിയിട്ട് ഇടുമ്പോൾ ഉള്ളിയും തക്കാളി ആണെങ്കിൽ നല്ലോണം ഞെരടിയിട്ട് ഇടുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ നീരെല്ലാം ഒന്ന് പുറത്തേക്ക് വന്നിട്ട് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മാത്രം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചിട്ടുള്ള അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. വറ്റിച്ചെടുക്കുന്ന കറി ആയതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ മൂടി വെച്ച് തിളപ്പിക്കുന്ന സമയത്ത് ആ ചിക്കൻ്റെ എല്ലാം വെള്ളം അല്ലെങ്കിൽ കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് വെക്കുക. കുറച്ച് നേരം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ പിന്നെ തേങ്ങാപ്പാൽ ആക്കുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെ പാൽപ്പൊടിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിക്കുള്ള തേങ്ങാപ്പാലിന് അത്രയും നല്ലത്. ഇതിപ്പോൾ നമുക്കിവിടെ തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തേങ്ങാപ്പാൽ വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളത്തൊന്ന് കലക്കിയിട്ട് അത് ഒരു ഏകദേശം ഒരു നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആ ഒരു ടൈമിനും ആകുന്ന സമയത്ത് ഇത് ഒഴിച്ച് വെക്കുക. ഒഴിച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ചിക്കൻ കറി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ടിട്ട് ഇതുപോലെ വെച്ച് വെക്കാം. അല്ലെങ്കിൽ വെറും ഗ്രേവി മാത്രം പോലെയാണെങ്കിൽ ഈ പറയുന്ന കൂട്ടുകളെല്ലാം കൂടി നല്ലോണം പൊടികളെല്ലാം ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അരച്ചിട്ട് കുറച്ച് വെള്ളം കൂട്ടി അരച്ചിട്ട് ഗ്രേവിയിലേക്ക് ചിക്കൻ ഇട്ട് വേവിച്ചിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അവസാനം മല്ലിയില കൂടി ഇട്ടിട്ട് വെക്കാം. അങ്ങനെ 2 തരത്തിൽ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള വെക്കാം. പക്ഷേ ഞാൻ ഈ ഒരു തരത്തിലാക്കിയതേ ഉള്ളൂ. നമുക്കെല്ലാം ഇവിടുന്ന് കിട്ടുന്ന കറിയെല്ലാം ഏകദേശം തേങ്ങാപ്പാൽ വെക്കുന്നില്ലെങ്കിലും ഗ്രേവി മാത്രം അതിൽ വെറും ഇല മാത്രമേ ഉണ്ടാവും, മല്ലിയില മാത്രമേ ഉണ്ടാവും, കറിവേപ്പില പോലും ഉണ്ടാവില്ല. അത്രയും അവർ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് നമുക്ക് കറി തരിക. അപ്പോൾ അതുപോലെ 2 തരത്തിൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കറിയാക്കാം. ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിടാം. അപ്പോൾ ഇന്നത്തെ ഒരു ചിക്കൻ റെസിപ്പി വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.